നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന രാശി എന്ന് പറയുന്നത് കാലപുരുഷന്റെ 8ാമത്തെ രാശിയാണ്. തേളിന്റെ ചിഹ്നമുള്ള, വാലിൽ വിഷമുള്ള, സ്വയംകൃത അനർഥമായിട്ടുള്ള വൃശ്ചികൻ രാശി. വൃശ്ചികരാശി ഒരു ജലരാശിയാണ്. അതുപോലെ തന്നെ വൃശ്ചികരാശിയുടെ ലോഡെന്ന് പറയുന്നത് മാഴ്സാണ്, ചൊവ്വയാണ്. ചന്ദ്രന് നീചം ഭവിക്കുന്ന രാശിയാണ് വൃശ്ചികം. മനസ്സിൻ്റെ കാരകനായിട്ടുള്ള ചന്ദ്രന് ഒട്ടും ബലമില്ലാത്ത സ്ഥലമാണ്. വിശാഖത്തിൻ്റെ അവസാന പാദം അനിഴം, തൃക്കേട്ട, ഈ 3 നക്ഷത്രങ്ങളാണ് ഈ വൃശ്ചികരാശിയിൽ വീഴുന്നത്. ഇത് ജന്മനക്ഷത്രമായിട്ട് വരുന്നവർക്കോ അല്ലെങ്കിൽ ലഗ്നം ഈ നക്ഷത്രത്തിൽ വരുന്നവർക്കോ പൊതുവെ ഈ നക്ഷത്രത്തിന്റെ സ്വഭാവം കാണും. പറഞ്ഞാൽ കേൾക്കാത്ത നക്ഷത്രങ്ങളാണ് ഇത് 3. ഈ വിശാഖത്തിന്റെ അവസാന പാദം അനിഴം, തൃക്കേട്ട, അവർക്ക് അവരുടേതായ ഒരു പെർസെപ്ഷൻ ഉണ്ടാവും, ഒരു കാഴ്ചപ്പാടുണ്ടാവും. എല്ലാവർക്കും ഉണ്ടാവും ഓരോരുടേതായ കാഴ്ചപ്പാട്, അതിനനുസരിച്ച് തന്നെ ജീവിക്കുന്നത്. പക്ഷേ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും മറ്റുള്ളവരെ അംഗീകരിക്കാത്ത, തൽനിമിത്തം ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്നവരാണ് വൃശ്ചികം രാശിയിൽപ്പെടുന്ന ലഗ്നക്കാരോ അല്ലെ വിശാഖത്തിന്റെ അവസാന പാദം അനിഴം, കേട്ട, ഈ 3 നക്ഷത്രങ്ങൾ. ഈഗോയാണ് പ്രധാനം. ഈഗോ ഒരിക്കലും ചേഞ്ച് ചെയ്യാത്ത ഒരു രാശിയാണ് വൃശ്ചികം. ഇൻറ്റൻസ് ആയിട്ടുള്ള ഇമോഷൻസ്, അതേപോലെ തന്നെ ദ മോസ്റ്റ് മിസ്റ്റിക്കലായിട്ടുള്ള തോട്ട് പ്രോസസ്സുകൾ, എന്തൊരു വിഷയത്തിലും ഇടപെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് റിലേഷൻഷിപ്പുകൾ അല്ലെങ്കിൽ തൻ്റേത് എന്ന് പറയുന്ന കാര്യങ്ങളോടുള്ള കടുത്ത ഒബ്സഷൻസ്, അതുപോലെ തന്നെ പ്രൊഫൗണ്ട് ഇൻഡ്യൂഷൻസ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ രാശിചക്രത്തിൻ്റെ 8ാമത്തെ ഭാവമായതുകൊണ്ട് തന്നെ ആയുസ്, അതുപോലെ രഹസ്യം, ഇതെല്ലാം ഈ രാശി കൊണ്ടാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഹിഡൻ നേച്ചർ ഉണ്ടാവും വൃശ്ചിക ലഗ്നക്കാർക്ക്, ഒരു സംശയമില്ല ഇതിനകത്ത്. സ്വകാര്യതയിൽ മാത്രം പുറത്തു വരുന്ന ചില സ്വഭാവങ്ങൾ, അത് ചിലപ്പോൾ അതൊരു ഇൻറ്റിമസി ആയിരിക്കാം, അല്ലെങ്കിൽ ഇവരുടെ സെക്ഷുവൽ ഡിസയറിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ആക്ഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ തോട്ട്സ് എബൌട്ട് ഡെത്ത് അല്ലെങ്കിൽ റീബർത്ത് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള മിസ്റ്റിക്കൽ കാര്യങ്ങളെ പറ്റിയുള്ള ഒരു ചിന്തകൾ ഇവരുടെ ഉള്ളിലുണ്ടാവാം. അതേപോലെ തന്നെ എല്ലാത്തിൻ്റെ ഒരു ഹിഡൻ പെർസ്പെക്റ്റീവ് മനസ്സിലാക്കാനുള്ള ഒരു ഡിറ്റക്റ്റീവ് മെൻറ്റാലിറ്റി ഇവർക്കുണ്ടാവും. എല്ലാത്തിനും ഒന്ന് ചുഴിഞ്ഞു നോക്കണ്ട അല്ലെങ്കിൽ ചുഴിഞ്ഞു നോക്കാനുള്ള ഒരു സ്വഭാവ സവിശേഷത ഇവരിൽ കാണും. തേളാണ് ഈ രാശിയുടെ ചിഹ്നം എന്നുള്ളത് കൊണ്ടും, തേള് വളരെ ചെറുതാണ് എങ്കിൽ പോലും അതിൻ്റെ കുത്ത് കിട്ടിയാൽ വെനം സ്കോർപ്പിയോൺ, അതായത് വിഷമുള്ള സ്കോർപ്പിയോണാണ്. റിവെഞ്ച്, തന്നോടെ ഏതെങ്കിലും തരത്തിൽ വിഷമിപ്പിച്ചിട്ടുള്ളവരോടുള്ള റിവെഞ്ച്, അത് ചിലപ്പം ചെറിയ കാര്യങ്ങൾക്ക് പോലും, ചിലപ്പോൾ സ്നേഹിക്കുന്നവരോട് പോലും ആ വിഷപ്രയോഗം നടത്താനുള്ള ഒരു രീതി, ഡീപ്പ് സീറ്റഡ് ആയിട്ടുള്ള ഫീലിങ്സുകളിൽ ക്ലിങ് ഓൺ ചെയ്തിരിക്കാനുള്ള ഒരു സ്വഭാവം, അതല്ലാതെ തൂങ്ങിക്കിടക്കാനുള്ള ഒരു സ്വഭാവം, അതിലിങ്ങനെ പ്രത്യേകിച്ച് പാസ്റ്റ് എക്സ്പീരിയൻസുകൾ ഇവരങ്ങനെ മറക്കത്തില്ല. ഈ രാശിയിലുള്ള നക്ഷത്രക്കാർക്കുണ്ട് ഈ സ്വഭാവം. പ്രത്യേകിച്ച് വിശാഖത്തിൻ്റെ അവസാന പാദം അനിഴം, തൃക്കേട്ടം, ഈ 3 നക്ഷത്രത്തിൽപ്പെട്ടവരും, പ്രത്യേകിച്ച് വിശാഖത്തിൻ്റെ അവസാന പാദം അനിഴം, തൃക്കേട്ടയിലുള്ളവർക്കും ഈ രാശിയുടെ സ്വഭാവം ഉണ്ടാവും. അതേപോലെ തന്നെ കാലപുരുഷന്റെ 8ാമത്തെ രാശി ആയതുകൊണ്ട് തന്നെ നിഗൂഢതകൾ, ഒക്കൾട്ട് സയൻസുകൾ, അതുപോലെ റിസർച്ച് ചെയ്യാൻ പല വിഷയങ്ങളെയും തുറന്ന് ഉള്ളിലേക്ക് കയറിയിട്ട് അതിനുള്ളിലിരിക്കുന്ന മാണിക്യക്കല്ലുകളെ പുറത്തെടുക്കാൻ, അറിവാകുന്ന അനുഭവമാകുന്ന മാണിക്യക്കല്ലുകളെ പുറത്തെടുക്കാനുള്ള കഴിവ്. അതുപോലെ തന്നെ ഫിസിക്കലി ഇവർ നല്ല ഒരു സ്ട്രോങ് ഫേസ് ആയിരിക്കും, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ആ ഒരു രീതിയായിരിക്കും. മെൻ്റലി കുറച്ച് ഇവർ അധികം ശ്രദ്ധിക്കുന്നില്ല, ഒരു ഫിസിക്കലാണ്. മൊത്തത്തിലെ ഒരു മെറ്റീരിയൽ കാര്യങ്ങളോടും മെറ്റീരിയലായിട്ടുള്ള വിഷയങ്ങളോടും ആയിരിക്കും ഇവരുടെ ശ്രദ്ധ. പക്ഷേ ഇമോഷണലി വളരെ വീക്കായിരിക്കും. കാരണം ഇപ്പോഴും ഓവർ തിങ്കിങ്ങും ഇവരുടെ ചിന്താധാരകൾ നിമിത്തം ഒരുപാട് പ്രശ്നങ്ങൾ ജീവിതത്തിലുണ്ട്. കാരണം ചന്ദ്രൻ നീചനാവുന്ന സ്ഥലമാണ്, ഓർത്തോളുക. ഫിക്സഡ് വാട്ടർ സൈനാണ്, ഇതൊരു സ്ഥിരരാശിയാണ്. അതുപോലെ തന്നെ ജലരാശിയും കൂടെ ആയതുകൊണ്ട് തന്നെ ഇവർക്കൊരു ക്രിയേറ്റീവ് എനർജി, അതായത് ഒരു ക്രിയേറ്റീവ് ഫോഴ്സ് ഇവരുടെ ഉള്ളിൽ എപ്പോഴും ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കും.
പൊതുവെ ആ ക്രിയേറ്റീവ് ലെവല് എവിടെ വർക്ക് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വാട്ടർ സൈൻ ആയതുകൊണ്ട് ഇമോഷണൽ സൈഡ്സിൽ ഇമോഷണലി ഇവർ കുറേ വീക്കാണ്. അതുകൊണ്ട് തന്നെ ഇമോഷണൽ സൈഡിൽ ഇത് വർക്ക് ചെയ്യും. ഇവർ ഒരു വിഷയവുമായിട്ട് അടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സർഫസ് ലെവലിലായിരിക്കും തുടക്കകാലങ്ങളിലൊക്കെ നിൽക്കുന്നത്. എല്ലാവരോടും ഒരു സർഫസ് ലെവലിലുള്ള ഒരു അടുപ്പമായിരിക്കും. അതിപ്പം റിലേഷൻഷിപ്പിലാണെങ്കിലും ജോലിയിലാണെങ്കിലും സുഹൃത്തുക്കളുടെ ഇടയിലാണെങ്കിലും ഒക്കെ സർഫസ് ലെവലിലുള്ള ഒരു മിംഗ്ലിംഗ് ആയിരിക്കും ഇവർക്ക്. പക്ഷെ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരടുപ്പം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്കോർപിയോൺ നീഡ്സ് ലോയലിറ്റി, ഇൻ്റലക്ച്വൽ സ്റ്റിമുലേഷൻ, ഇമോഷണൽ ഡെപ്ത്, ഇതൊക്കെ ഇവർക്ക് ആവശ്യമാണ്. അങ്ങനെ ഇവർ മുന്നോട്ട് പോകുമ്പം ട്രസ്റ്റ് വന്നിട്ട് ഇവർ കടുത്ത ഒബ്സഷനിലേക്ക് പോകും. ഇവരൊരു വിഷയവുമായിട്ട് കയറി ഒട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ അങ്ങ് വരിഞ്ഞു മുറുകും. അതായത് ഒരു തേള് അള്ളുന്ന പോലെ ഇതിനകത്ത് കയറി അങ്ങ് പിടിക്കും. ഇതൊരു വാട്ടർ സൈൻ ആയതുകൊണ്ടായിരിക്കാം പിന്നീടൊരു സ്ട്രോങ് ഫിസിക്കൽ നീഡ്സ് ഇവർക്ക് ആവശ്യമുണ്ട്. പിന്നെ അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പം ഈ വളരെ സ്ട്രോങ് ആയിട്ടിരുന്ന സ്കോർപിയോൺകാർ ഇൻക്രെഡിബിളി എംപത്തറ്റിക് ആവും. എന്തെങ്കിലും ഒരു ചെറിയ ഇഷ്യൂസൊക്കെ റിലേഷൻഷിപ്പിലോ വീട്ടിലോ ഒക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ ക്രേവ് ചെയ്യും സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ എല്ലാ മേഖലയിലും ഇവർ അടുപ്പമുള്ളിടത്തൊക്കെ സോളുമായിട്ട്, ഇത് 8ാം ഭാവമല്ലേ, മരണഭാവമല്ലേ, അപ്പോൾ സോളുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളൊരു ഭാവമാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഡീപ്പ് ബോണ്ടിങ് എല്ലാവരുമായിട്ടും അവർക്ക് ബന്ധം വന്നു കഴിഞ്ഞാൽ ഒരു ഡീപ്പായിട്ടുള്ളൊരു കണക്ഷൻ, ഒരു ഡീപ്പ് ബോണ്ട് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇവർ ക്രേവ് ചെയ്തുകൊണ്ടേയിരിക്കും, ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് പഠിക്കുക, എക്സ്പീരിയൻസുകളിൽ നിന്ന് പഠിക്കുക. അതുപോലെ തന്നെ പണം ഇവർക്കൊരു ഇമ്പോർട്ടൻ്റ് ഫാക്റ്റാണ്, അല്ലെങ്കിൽ ഒരു ഫാക്കൽറ്റിയാണ്, ഇവർക്ക് അത്യാവശ്യമാണ്. ധനം ഇവരുടെ മുന്നോട്ടുള്ള സർവൈവലിന് എല്ലാ ആൾക്കാർക്കും മനുഷ്യനും ധനം ആവശ്യമാണ്. പക്ഷേ ഇവർക്കൊരു മെയിൻ കാര്യമാണ് ധനവും പിന്നെ റിലേഷൻഷിപ്പിലുള്ളൊരു ഒബ്സഷനും. ഈ 2 കാര്യങ്ങളില്ലാതെ സ്കോർപിയോൺകാർക്ക് ജീവിക്കാൻ വലിയ പാടാണ്. അതുപോലെ തന്നെ ഇവർ ചെയ്യുന്ന ജോലികളൊക്കെ ഉണ്ടല്ലോ, ഈ മറ്റുള്ളവരുടെ ദുഃഖം മാറ്റുന്ന ജോലികളൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇവർക്ക് ഹൈലി സക്സസ്ഫുൾ ആവാൻ പറ്റും. ഇത് കാലപുരുഷൻ്റെ 8ാമത്തെ രാശിയും കൂടെ അല്ലേ. അപ്പം അങ്ങനെയുള്ള ജോലികൾ, കാരണം ഇവർക്ക് ഇമോഷൻസ്, മറ്റുള്ളവരുടെ ഇമോഷൻസൊക്കെ പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും. ഒരാളെ പെട്ടെന്ന് അനലൈസ് ചെയ്തെടുക്കാനൊക്കെ ഇവർക്ക് കഴിവുണ്ട്. അതുപോലെ രഹസ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ്, രഹസ്യമായിട്ടുള്ള ജോലികൾ ചെയ്യാനുള്ള കഴിവ്, അതുപോലെ തന്നെ ജോലിയിലൊക്കെ തന്നെയാണെങ്കിലും വളരെ പെട്ടെന്നുള്ള പ്രോബ്ലം സോൾവിങ് സ്കിൽസുകൾ ഉള്ളവരായിരിക്കും. വീട്ടിലായാലും ജോലി ചെയ്യുന്നിടത്തായാലും ഒരു അതോറിറ്റി കീപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും. അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് സ്കിൽസ് വല്ലാണ്ട് ഇവർക്കുണ്ടാവും. എക്സിക്യൂട്ടീവ് റോൾസിനൊക്കെ വളരെ സ്യൂട്ടായിട്ടുള്ള ആൾക്കാരാണ് ഇവർ. ശുഭഗ്രഹങ്ങളുടെയൊക്കെ സ്വാധീനവും ലഗ്നാധിപൻ്റെ ബലവും ഒക്കെ ഉണ്ടെങ്കിൽ ഇവർ വളരെ കമ്പാഷനേറ്റ് ആയിരിക്കും, വളരെ ലോയലായിരിക്കും, കാണാൻ നല്ല ചാമിങ് ആയിരിക്കും, നല്ല സുന്ദരനും സുന്ദരികളും ഒക്കെ ആയിരിക്കും, കാണാൻ നല്ല ഭംഗിയും നല്ല രസമായിരിക്കും ഇവരെ കാണാൻ, നല്ല സ്ട്രോങ് ആയിരിക്കും, നല്ല ആരോഗ്യമൊക്കെ ഫീൽ ചെയ്യുന്ന, മനസ്സിനപ്പുറമായിട്ട് ശരീരത്തെ പുറമോടികൾ കണ്ട് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ പെട്ടെന്ന് കണ്ണിൽ പതിയുന്നവരാണ് വൃശ്ചിക രാശിക്കാർ. ചില ഏരിയകളിൽ കണ്ടിട്ടുള്ളൊരു കാര്യം പറയാം ഞാൻ, അതായത് വളരെ ഇൻഡ്യൂട്ടീവായിട്ട് ഇവർ പെരുമാറും. അതുപോലെ തന്നെ ചില മേഖലകളിൽ വളരെ എക്സ്ട്രീം സ്വഭാവം ഇവർ കാണിക്കും. അതിപ്പം സ്നേഹത്തിലാണെങ്കിൽ വളരെ എക്സ്ട്രീമായിട്ടുള്ള സ്നേഹം, ദേഷ്യമാണെങ്കിൽ വളരെ എക്സ്ട്രീമായിട്ടുള്ള ദേഷ്യം, അതുപോലെ തന്നെ ഗ്രഡ്ജൊക്കെ ഉള്ളിൽ വെച്ച് പുലർത്തുന്നവരായതുകൊണ്ട് തന്നെ ഇവർ തനിക്ക് ദേഷ്യം അല്ലെങ്കിൽ തന്നോട് എന്തെങ്കിലും ദ്രോഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ഇങ്ങനെ വളരെ എക്സ്ട്രീമായിട്ട് ഉപദ്രവിക്കാനും, വളരെ സ്നേഹമുള്ളവരോടാണെങ്കിൽ വളരെ എക്സ്ട്രീമായി സ്നേഹിക്കാനും ഒക്കെയുള്ള രണ്ടറ്റത്ത് നിൽക്കുന്ന സ്വഭാവക്കാരാണ്. ചൊവ്വയുടെ സ്വഭാവം ഇവിടെ എടുത്തു വെച്ച് നന്നായിട്ട് നോക്കണം. ചൊവ്വ എന്താണെന്നുള്ളതും കൂടി എടുത്തു വെച്ച് നോക്കിയിട്ട് ഇവിടെ വരുന്ന നക്ഷത്രങ്ങളുടെ ഒരു സ്വഭാവം കൂടെ, അനിഴത്തിൻ്റെയും തൃക്കേട്ടയുടെയും ജ്യേഷ്ഠ നക്ഷത്രമാണ് തൃക്കേട്ട എന്ന് പറയുന്നത്. അപ്പോൾ അനിഴവും തൃക്കേട്ടയും അതേപോലെ തന്നെ വിശാഖത്തിൻ്റെ അവസാന പാദത്തിൻ്റെയും ഫലങ്ങളും കൂടെ കൂട്ടി യോജിപ്പിച്ച് ചൊവ്വയുടെ ഫലവും കൂടെ കൂട്ടി യോജിപ്പിച്ചാൽ വൃശ്ചിക രാശിയുടെ ഫലമായി. ഇത്രയേ ഉള്ളൂ പഠിക്കാൻ. അതുപോലെ ഇവരുടെ മേഖലകളിൽ വളരെ പാഷനേറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ജലസ് ഉണ്ടാവും കേട്ടോ. താൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവർ നന്നാവണമെന്ന് ആഗ്രഹിക്കുമ്പോഴും തന്നെക്കാളും കുറച്ച് മേളിലോട്ട് പോവുകയാണെങ്കിൽ ചെറിയ ജലസി വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അത് എന്നോട് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് പെയറുകൾ, അതായത് റിലേഷൻഷിപ്പുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള കൺസൾട്ടേഷനൊക്കെ എടുക്കുമ്പം എൻ്റെ ഒരു പഠന വിഷയവും കൂടെ ആയതുകൊണ്ട് ഞാനിത് ചോദിക്കുമ്പോൾ ഭൂരിപക്ഷം ആൾക്കാരും സമ്മതിച്ചിട്ടുണ്ട്. ഇനിയും ഇവരുടെ ഷാഡോ സൈഡ്സ് ഞാൻ പറയാം.
അതായത് ഈ ഗ്രഡ്ജൊക്കെ ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള ഒരു വളരെ നെഗറ്റീവായിട്ടുള്ള മറ്റുള്ളവരുടെ ദേഷ്യം ഇങ്ങനെ ഉള്ളിൽ കൊണ്ട് നടക്കുന്നത്, കുറേ കാലം ഇങ്ങനെ കൊണ്ട് നടക്കുന്നത് അത്ര നല്ല സ്വഭാവമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇവരുടെ. അതുപോലെ തന്നെ വളരെ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡുകൾ. അത്ര നന്മയുള്ള മനുഷ്യർ മാത്രമേ ഉള്ളൂ സ്വന്തം കുറ്റം സമ്മതിക്കുന്നതെന്ന്. ഇവിടെ സ്വന്തം ഇവരും ഈ വൃശ്ചിക രാശിക്കാർ മോശമായാൽ സ്വന്തം കുറ്റം സമ്മതിക്കുക എന്നുള്ളതിന് ഉപരിയായിട്ട് അത് സമ്മതിക്കില്ല. അതിനേക്കാൾ ഉപരി വീണ്ടും 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 നല്ല പിള്ള ചമയാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. കുറേ ഈഗോയിസ്റ്റിക് ആറ്റിറ്റ്യൂഡ്, കുറേ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡുകൾ, അതൊക്കെ നമുക്ക് ഭയങ്കര അസഹനീയമായിട്ട് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അതുപോലെ തന്നെ മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്ന ഹെർട്ട് അതേഴ്സ്, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഇവരുടെ നല്ല കാലങ്ങളിൽ ഇവരൊരു സോഷ്യൽ സർക്കിൾ ക്രിയേറ്റ് ചെയ്തിട്ട് ആ സോഷ്യൽ സർക്കിളിനെ പിന്നെ നശിപ്പിച്ച് കളയുന്നത്. അതുപോലെ തന്നെ ഈ ലഗ്നാധിപൻ 3-ാം ഭാവത്തിൽ ധൈര്യം, വീര്യം, ദുർബുദ്ധി, സഹോദര പരാക്രമം എന്നൊക്കെ പറയുന്നതുകൊണ്ട് തന്നെ 3-ാം ഭാവത്തിൽ ഉച്ചനാവുന്നത് കൊണ്ടും 3-ാം ഭാവാധിപനായിട്ടുള്ള ശനി 6-ാം ഭാവത്തിൽ ലഗ്നാധിപൻ ഉച്ചനാവുന്നവൻ 6-ാം ഭാവത്തിൽ നീചനും 12-ാം ഭാവത്തിൽ ഉച്ചനും ആവുകയും ചെയ്യുമ്പം ശനിയും കുജനും തമ്മിൽ ഒരിക്കലും ചേരില്ല. വ്യാഴവും ഈ പറഞ്ഞ പോലെ ലഗ്നാധിപൻ ഉച്ചനാവുന്നിടത്ത് വ്യാഴം നീചനാവുക 3-ാം ഭാവത്തിൽ. അപ്പോൾ ഇവരുടെ ഒരു ഡെയിലി ലൈഫ് ഉണ്ടല്ലോ, ധൈര്യവും വീര്യവും ദുർബുദ്ധിയും, ഇവർ ധൈര്യപ്പെട്ട് എടുത്തു ചാടുന്ന കാര്യങ്ങൾ, ഇവർ ദുർബുദ്ധി കൊണ്ട് എടുത്തു ചാടുന്ന കാര്യങ്ങൾ, റൊട്ടീൻ ലൈഫിൻ്റെ, ഇവരുടെ ഫുഡിൻ്റെ ഹാബിറ്റ് കാരണം ഉണ്ടാകുന്ന ഇഷ്യൂസ്. മിക്ക ആൾക്കാരും വൃശ്ചിക രാശിക്കാർ നോൺ വെജിറ്റേറിയനും അതേപോലെ തന്നെ പ്രത്യേകിച്ച് നല്ല എരിവൊക്കെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനായിരിക്കും കൂടുതലും ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഡൈജഷൻ ഇഷ്യൂസ് ഉണ്ടാവും, അസിഡിക് പ്രോബ്ലംസ് ഉണ്ടാവും, പല എടുത്തുചാട്ടങ്ങളും പല പരീക്ഷണങ്ങളും പല ദുർസ്വഭാവങ്ങളും നിങ്ങളെ രോഗത്തിലേക്ക് നയിക്കും. കാരണം 3-ഉം 4-ഉം ഭാവാധിപൻ, സുഖഭാവാധിപൻ നീചനാവുന്നത് 6-ലും ഉച്ചനാവുന്നത് 12-ലും ആയതുകൊണ്ട് പല കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ബന്ധങ്ങളിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്ന ആൾക്കാരാണ് വൃശ്ചിക ലഗ്നക്കാരൻ. തങ്ങളെ സ്നേഹിക്കുന്നവരിൽ നിന്നുമൊക്കെ ഒരുപാട് തിരിച്ചടികൾ ഏൽക്കേണ്ടവരാണ്. പക്ഷേ അവിടെ ഒന്നും ഇവർ പിന്നെ തിരിച്ച് കയറി വരാൻ പറ്റാത്തതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഒന്ന് ഇവരുടെ ഈഗോയിസ്റ്റിക് ആറ്റിറ്റ്യൂഡ്, പിന്നെ ഈ ഗ്രഡ്ജും ഉള്ളിൽ വൈരാഗ്യം വെച്ച് പുലർത്തുന്നത്, പിന്നെ പാസ്റ്റ് ഇമോഷൻസിൽ ജീവിക്കാനുള്ള അതിൽ ഹുക്ക് ചെയ്ത് കിടക്കുന്ന ഒരു രീതി, ഇതെല്ലാമാണ് ഇവരുടെ ജീവിതത്തിലെ പല മേഖലകളിൽ പരാജയത്തിന് കാരണമാകുന്നത്. ഇമോഷണൽ ലൈഫിൽ ഇവർ പരാജയപ്പെടുന്നു. പക്ഷേ എന്നാൽ പ്രൊഫഷണൽ ലൈഫിൽ ഇവർ ഹൈലി സക്സസ്ഫുൾ ആവുന്നത് അനുഭവമാണ് കേട്ടോ. നമ്മൾ ഓരോ ലഗ്നത്തിൻ്റെയും പല കാറ്റഗറിയിലുള്ളത് എടുത്ത് പഠിച്ചു നോക്കുമ്പം ഗ്രഹസ്ഥിതികളും ഭാവവും എല്ലാം കൂടെ ചേർന്ന് വരും. ഇവരുടെ നക്ഷത്രവും അതിൻ്റെ ദശയും ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഫലം വരുന്നത് എങ്കിൽ പോലും നമ്മൾ ഒരു ജനറൽ ഫലം പറയുമ്പം ഇപ്പോൾ വൃശ്ചിക രാശിയിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുടെ ഫലം നമുക്കൊരു ഉദാഹരണമായിട്ട് എടുത്താൽ ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കുക. പലർക്കും അവരുടെ ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരിൽ നിന്നും വൻ തിരിച്ചടികളായിരിക്കും ജീവിതത്തിൽ നേരിട്ടിട്ടുള്ളത്. അതിനുശേഷം അത് ശരിയാക്കാൻ പോകുന്നതിന് പകരം അതിനെ ഈ പറഞ്ഞ പോലെ ആ സങ്കടങ്ങൾ ഉള്ളിൽ ഒതുക്കി വൈരാഗ്യബുദ്ധിയോടുകൂടിയായിരിക്കും, ഈഗോയിസ്റ്റിക് ആറ്റിറ്റ്യൂഡോടുകൂടിയായിരിക്കും അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ജീവിതത്തിൽ ഈ കണക്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ബോണ്ടിങ് വരേണ്ട ഏരിയകളിൽ പലയിടത്തും ദുഃഖങ്ങളാണ് എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു കാര്യവും കൂടിയാണ്. വൃശ്ചിക രാശി പൊതുവെ ചന്നപാപ അളിരാശിയാണ്. അളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേളെന്നാണ് അർത്ഥം. ചന്നപാപം രഹസ്യമായിട്ടുള്ള പാപങ്ങൾ ചെയ്യുന്ന രാശിയാണ്. ഈ പ്രപഞ്ചത്തിന്റെ ഒരു മനുഷ്യൻ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും അവരുടെ പവർ എന്ന് പറയുന്നത്, അവന്റെ അന്വേഷണം എന്ന് പറയുന്നത് സുഖഭോഗങ്ങൾക്ക് വേണ്ടി. ഒന്നാമത്തേത് മണിയാണ്, രണ്ടാമത്തേത് അധികാരമാണ്, പവറാണ്, മൂന്നാമത്തേത് സെക്സാണ്. ഈ 3 കാര്യങ്ങളെയും വളരെ രഹസ്യമായിട്ട് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ നോക്കും. അതുപോലെ തന്നെ മറ്റുള്ളവരെ താഴ്ത്തി സംസാരിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുക, തനിക്ക് കൂടെയുള്ളവരോടെ അടിച്ചമർത്തി അതിൻ്റെ മേളിൽ രാജാവിനെ പോലെ ഇരിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇവർക്കൊരു അതിഭീകരമായിട്ടുള്ളൊരു ഇൻസെക്യൂരിറ്റി ഉണ്ടാവും റിലേഷൻഷിപ്പിലൊക്കെ. അപ്പോൾ ആ ഒരു ഇൻസെക്യൂരിറ്റി കാരണം ഇവർ ചെയ്തു കൂട്ടുന്ന പല കാര്യങ്ങളും ഇവരുടെ പാർട്ട്ണറിനെ വെറുപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുക. ഇൻ്റർനാഷണൽ അസ്ട്രോളജേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പിൽ ഒരിക്കൽ വന്ന ആർട്ടിക്കിളിൽ സ്കോർപ്പിയോൺ എന്ന് പറഞ്ഞിട്ടുള്ള രാശിക്ക് കൊടുത്തിരിക്കുന്ന ഒരു ടൈറ്റിൽ എന്ന് പറയുന്നത് സ്കോർപ്പിയോൺസ് ആർ സെക്സി എന്നാണ്. പക്ഷെ എനിക്ക് അത്രയ്ക്കൊന്നും അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ ഇവർ ഇമോഷണലി ഒബ്സസ്ഡ് ആവുന്നത് കണ്ടിട്ടുണ്ട്. ഈ മറ്റ് പല രാശിയിൽ ജനിച്ചവരും അവരുടെ 7-ാം ഭാവമോ പ്രണയഭാവമോ ശുക്രനോ വല്ലോ ഇതുമായിട്ട്, അതായത് വൃശ്ചികവുമായിട്ട് കണക്റ്റഡ് ആവുകയാണെങ്കിൽ ഒബ്സസ്ഡ് ആവുന്നതും കണ്ടിട്ടുണ്ട്. അതൊക്കെ മറ്റ് രാശികളുമായിട്ട് ബന്ധപ്പെട്ട്
കടുപ്പിച്ച് പഠിച്ചുകൊള്ളണം. അതുകൊണ്ട് തന്നെ ഇവർ ഇമോഷണലി കണക്റ്റഡ് ആവുമ്പം സ്വാഭാവികമായിട്ടും ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ബോണ്ടിങ്ങിലേക്ക് എത്തുമ്പം ഒരു സെക്ഷുവാലിറ്റിയുടെ ഒരു ടൈഡപ്പ് നോർമലായിട്ട് വരാം. അതങ്ങനെയാണ്, മനുഷ്യരങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു ശൈലികളിലൊക്കെ ഒരു സദാചാരത്തിൻ്റെ ഒരു മുഖമൂടികളൊക്കെ മാറ്റി വെച്ചിട്ട് ഇവരുടെ എപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, എട്ടാം ഭാവം ചന്നഭാവമാണ്. അതായത് ഒളിഞ്ഞിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് പാപങ്ങൾ, ഒരുപാട് രഹസ്യങ്ങൾ ഇവർക്ക് വേറൊരു മുഖം ഇവർക്കുണ്ടാവും എന്നുള്ളതും കൂടി നിരീക്ഷിക്കേണ്ടതാണ്, പഠിക്കേണ്ടതാണ്. എല്ലാ ജീവജാലങ്ങൾക്കും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പലതും കൊടുക്കും, പല കഴിവുകളും കൊടുക്കും. അതുപോലെ തന്നെ തേളിന് സ്വയം രക്ഷയ്ക്ക് വേണ്ടി കൊടുത്തിട്ടുള്ളതാണ് വിഷം. ചന്നഭാവ അളി രാശിയായതുകൊണ്ട് തന്നെ, സ്വയംകൃത അനർത്ഥ രാശിയായതുകൊണ്ട് തന്നെ ഈ ഷാഡോ സൈഡൊക്കെ ഇവരുടെ ഗ്രഡ്ജും ഇവരുടെ ഈഗോയിസ്റ്റ് ആറ്റിറ്റ്യൂഡുകളും കള്ളത്തിലൂടെ ഇവർ ട്രസ്റ്റ് മേക്ക് ചെയ്യാൻ നോക്കുന്നതും നോളജും യുക്തിയും ഉപയോഗിച്ച് ചുറ്റുപാട് നിൽക്കുന്നവരെ നിസ്സാരരായി മാറ്റിക്കൊണ്ട് സ്വയം ജീവിതത്തിൽ വളർന്നു കയറാൻ നോക്കുമ്പോൾ അത് റോങ് വേയിലൂടെ, തിരിഞ്ഞ് ഉള്ള വഴിയിലൂടെ, രഹസ്യ വഴികളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഒരു വൃശ്ചികൻ രാശിക്കാരൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള അവൻ്റെ പവറിനോടുള്ള ആഗ്രഹം, അവൻ്റെ പണത്തിനോടുള്ള ആഗ്രഹം, അവൻ്റെ സെക്ഷുവാലിറ്റിയോടുള്ള ആഗ്രഹം, ഈ മൂന്നും അവൻ എത്ര അനുഭവിച്ചാലും ഇവൻ ചെയ്യുന്ന പ്രവൃത്തികൾ കൊണ്ട് ഇതിലൊന്നും തൃപ്തി വരാതെ സ്വന്തം വാലിലെ വിഷം കുത്തി സ്വയം മരിക്കേണ്ട ഗതികെട്ട അവസ്ഥയിലേക്ക്, വിഷം മൂത്ത് തൻ്റെ പ്രവൃത്തി കൊണ്ട് സ്വയം നശിച്ച് സ്വയംകൃത അനർത്ഥം, സ്വന്തമായ അനർത്ഥം വരുത്തി വെച്ച് ജീവിതത്തിൻ്റെ വൻ പരാജയങ്ങളിലേക്ക് കൂപ്പുകുത്തുന്നത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഷാഡോ സൈഡ്സ് മനസ്സിലാക്കിയാൽ സാധനയൊക്കെ ചെയ്ത് ജീവിതത്തെ എക്സ്പീരിയൻസിൽ നിന്നൊക്കെ പഠിക്കാൻ കഴിവുള്ളവരാണ്, മിസ്റ്റിക്കലായിട്ടുള്ള ആൾക്കാരാണ്, ഇമോഷണലി ഹൈലി പവർഫുള്ളായിട്ടുള്ള ആൾക്കാരാണ് സ്കോർപ്പിയോൺസ്. അപ്പം അവിടെ സ്വയം റിഫൈൻ ചെയ്ത് മനനം ചെയ്ത് കയറി വരേണ്ടതാണ്. വന്നാൽ മനസമാധാനവും സന്തോഷവും ഉണ്ടാവും. അപ്പോൾ ഇത്രയൊക്കെയാണ് വൃശ്ചികൻ രാശിയെക്കുറിച്ച് പറയാനുള്ളത്. ഒരുപാട് പോസിറ്റീവുകളും പറഞ്ഞു, കുറച്ച് ഷാഡോ സൈഡ്സും പറഞ്ഞു. ഇത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തി മുന്നോട്ട് പോയാൽ എന്നും സന്തോഷമുള്ളവരായിട്ട് ഇരിക്കാൻ സാധിക്കും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ധനുരാശിയെക്കുറിച്ച് പഠിക്കാം. സാജിറ്റേറിയസ് സൈനാണ്, നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കുകയും ചെയ്യാം. നമസ്കാരം.